Fourth essential for a valid contract is lawful consideration. Every valid contract must be supported by lawful consideration. Consideration means something in return. Both the parties to the contract must have some gain and a detriment or loss. Consideration means something in return. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഗെയിൻ ഉണ്ടാവണം, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലോസും ഉണ്ടാകണം. ഇപ്പോൾ ഒരു വ്യക്തി ഇനിയൊരു വ്യക്തിക്ക് അയാളുടെ കാർ സെയിൽ ചെയ്യുന്നു എന്നിരിക്കട്ടെ. കാർ വാങ്ങുന്ന ആളുടെ കൺസിഡറേഷൻ എന്താണ്? കാർ കിട്ടുന്നു എന്നുള്ള അവിടെ ഒരു ഗെയിനാണ്. അതേസമയം അദ്ദേഹത്തിന് ക്യാഷ് എന്നത് ഒരു ലോസുമാണ്. കാർ വിൽക്കുന്ന ആൾക്കോ ക്യാഷ് ഗെയിനാണ്, കാർ ലോസുമാണ്. സോ ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് ഹാവ് സം ഗെയിൻ ആൻഡ് സം ഡെട്രിമെന്റ്. ദാറ്റ് ഈസ് കൺസിഡറേഷൻ. Consideration need not always be in cash. Such consideration must be executory or executed, real and lawful, and should not be vague. കൺസിഡറേഷൻ എന്നത് എപ്പോഴും ക്യാഷ് ആവണമെന്നില്ല. പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റിൽ രണ്ടു പേർക്കും എന്തെങ്കിലും ഗെയിനോ ലോസോ ഉണ്ടാവണം. ബട്ട് അത് എപ്പോഴും ക്യാഷ് ആവണമെന്ന് നിർബന്ധമില്ല. സച്ച് കൺസിഡറേഷൻ മസ്റ്റ് ബി executory or executed, real and lawful, and should not be vague. അത്തരത്തിലുള്ള കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, എക്സിക്യൂട്ടറിയോ എക്സിക്യൂട്ടഡോ ആകാം, റിയൽ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി വേഗ്. ആ കൺസിഡറേഷൻ വ്യക്തതയുള്ളതായിരിക്കണം, അവ്യക്തമാകുവാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി വേഗ്. ഇൻ ഷോർട്ട്, if there is no consideration, the contract will become void. If there is unlawful consideration, such a contract will become illegal contract. No consideration, void contract. Unlawful consideration, illegal contract. In Abdul Aziz versus Masum Ali, A promised B to subscribe a sum of money for rebuilding a mosque but failed to pay the amount. A B എന്ന് പറയുന്ന ആളോട് ഞാൻ കുറച്ച് പൈസ തരാം ഒരു മോസ്ക് റീബിൽഡ് ചെയ്യുന്നതിന് പറഞ്ഞിരുന്നു. ബട്ട് ഹി ഫെയിൽഡ് ടു പേ ദ എമൗണ്ട്. അയാൾക്കത് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. സോ ഈ പൈസ കിട്ടേണ്ടിയിരുന്ന ആൾ സ്യൂ ചെയ്തു. സിൻസ് ദർ വാസ് നീദർ any advantage to A nor detriment to B, the contract was held void. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും there is no detriment or there is no gain. So there is no consideration. Hence the contract was held void. In second example, A promises to pay rupees 2,000 to B for murdering C. Here the consideration is unlawful, contract is illegal. A എന്ന് പറയുന്ന വ്യക്തി ബിയോട് പറയുന്നു ഞാൻ 2,000 rupees തരാം സിയെ കൊല്ലണമെന്ന്. ബി സിയെ കൊന്നു എന്ന് വയ്ക്കുക. എന്നിട്ട് എയുടെ അടുക്കൽ പൈസയ്ക്ക് പോകുന്നു. എ പറഞ്ഞു ഞാൻ പൈസ തരില്ല എന്ന്. ബിക്ക് ഒരു കോർട്ട് ഓഫ് ലോയിൽ ഈ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? നോ, ബിക്കോസ് ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ and the contract is illegal. There is no enforceability. Fifth essential, lawful object. The object of the contract must be lawful. The object of the contract must not be illegal, immoral or opposed to public policy. ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്നത് ലോഫുൾ ആയിരിക്കണം. ഒബ്ജക്റ്റ് ഓഫ് ദി കോൺട്രാക്ട് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ. ഇല്ലീഗൽ ആകുവാൻ പാടില്ല, ഇമ്മോറൽ ആകുവാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഒപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസീസിന് ഒപ്പോസ് ചെയ്യുവാനും പാടില്ല. അത്തരത്തിലുള്ള ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ഓരോ കോൺട്രാക്റ്റിനും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പിയേഴ്സ് വേഴ്സസ് ബ്രൂക്സ്. ഇൻ ദിസ് കേസ്, എ ഫേം ഓഫ് കോച്ച് ബിൽഡേഴ്സ് ഹയർഡ് ഔട്ട് എ carriage to a prostitute, knowing that it was used to attract men. The prostitute did not pay the hire.
It was held that the coach builders could not recover the hire as the agreement was illegal. കോച്ച് ബിൽഡേഴ്സിൻ്റെ ഒരു ഫേം ഒരു ക്യാരിയേജ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നു. അവരുടെ ജോലി എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് അവർക്ക് അതിനുള്ള പൈസ പേ ചെയ്യുന്നില്ല. കോച്ച് ബിൽഡേഴ്സ് അവരെ സ്യൂ ചെയ്യുന്നു. ബട്ട് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കോച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഇറ്റ് ഈസ് ഫോർ ആൻ ഇമ്മോറൽ പർപ്പസ്. ദർ വാസ് നോ ലോഫുൾ ഒബ്ജക്റ്റ് ഫോർ ദാറ്റ് എഗ്രിമെൻറ്റ്. സിൻസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ് വാസ് അൺലോഫുൾ, ദ എഗ്രിമെൻറ്റ് ബിക്കെയിം void. The agreement became illegal. Sixth essential, agreement not declared void. The agreement should not have been expressly declared void by any law enforced in the country. ഒരു രാജ്യത്തിൽ ഉള്ള ലോ void ആണ് എന്ന് എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്യാത്ത എഗ്രിമെൻറ്റ്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, wagering contract agreement in restraint of trade are void according to Indian Contract Act. ഇന്ത്യയിലെ wagering contracts, agreement in restraint of trade, all these are void. So, for a valid contract, the agreement should not be declared void. Seventh essential, certainty and legally formality. In order to constitute a contract, an agreement must be certain and definite. The terms of the contract must be ascertainable and capable of performance. Agreement certain ആയിരിക്കണം, definite ആയിരിക്കണം. Terms of the contract must be ascertainable, ഉറപ്പുള്ളതായിരിക്കണം, and capable of performance. പെർഫോമൻസിന് കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കുവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ എഗ്രീസ് വിത്ത് ബി ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. Such an agreement to do an impossible act is void. എ എന്ന് പറയുന്ന വ്യക്തി വിയോട് ചേർന്ന് മാജിക് മൂലം ട്രഷർ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അത് പോസിബിൾ ആണോ? മാജിക് മൂലം ട്രഷർ ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ ആക്ട്. സോ സച്ച് ആൻ എഗ്രിമെൻറ്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് void. എഗ്രിമെൻ്റ് എങ്ങനെയാണ് ലീഗലി ഫോർമൽ ആകുന്നത്? എഗ്രിമെൻറ്റ് മേ ബി oral or in writing. If it is in writing, it must comply with all the legal formalities like registration, attestation, etc. So, റൈറ്റിങ്ങിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ഫുൾഫിൽ ആയിരിക്കണം. എയ്ത്ത് എസെൻഷ്യൽ, intention to create legal obligation. The parties entering into an agreement must have an intention to create a legal relationship. If there is no legal relationship, there is no contract between them. There must be a legal relationship between the parties to the contract. If there is no legal relationship, there is no contract between them. For example, invitation to marriage, invitation to dinner, breach of promise by husband to send rupees 3,000 every month to his wife, all are domestic agreements. Because of the absence of intention to create legal relationship. ഇൻവിറ്റേഷൻ ടു മാരേജും ഇൻവിറ്റേഷൻ ടു ഡിന്നറും ബ്രീച്ച് ഓഫ് പ്രോമിസ് ബൈ ഹസ്ബൻഡ് വൈഫിന് ഒരു 3,000 രൂപ മാസം മാസം അയച്ചു കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ ബ്രീച്ചും, ഓൾ ദീസ് ആർ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ്. ഓൾ ദീസ് ആർ നോട്ട് കോൺട്രാക്ട്സ്. ഓൾ ദീസ് ആർ ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ്സ്. ഇൻ ഷോർട്ട്, നോ കൺസിഡറേഷൻ മീൻസ് void contract. Unlawful consideration, illegal contract. Lawful object will give rise to valid contract. Unlawful object, void agreements. Agreements declared as void are void agreements. Certainty and legally formality will give rise to a valid contract. Intention to create legal obligation, valid contract. No legal obligation means no contract.